ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ എനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യമുള്ള സഹോദരങ്ങളെ, ഈ പുലർകാലത്ത് ഒരു വചനത്തോടെ നമുക്ക് ആരംഭിക്കാം. ആ വചനം ഇതാണ്, സങ്കീർത്തനങ്ങൾ 4:7. വചനം ഇങ്ങനെയാണ് പറയുന്നത്: ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായിരുന്നതിനേക്കാൾ ഏറെ ആനന്ദം എൻ്റെ ദൈവമായ കർത്താവ് എൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു. എന്തൊരു നല്ല വചനമാണ്. പുറത്തുള്ള ധാന്യങ്ങൾ, വീഞ്ഞ്, ഇതൊക്കെ സമൃദ്ധിയാണ്, ഇതൊക്കെ നിറവാണ്. അപ്പം അങ്ങനെ ഒത്തിരിയേറെ മക്കൾ ഇന്ന് ആ നിറവിലാണ്. പക്ഷേ അതിനേക്കാൾ ഏറെ ആനന്ദം അല്ലേ, ആനന്ദം. പരിശുദ്ധമ്മ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ, എൻ്റെ ചിത്തം എൻ്റെ ദൈവമായ കർത്താവിൽ ആനന്ദിക്കുന്നു എന്ന് പറഞ്ഞ പോലെ, ആനന്ദം എൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു. അതാണ് ഏറ്റവും വലിയ ആനന്ദം. ധാന്യങ്ങളോ വീഞ്ഞോ അല്ല. നഗ്നമായൊരു സത്യമാണ്. പ്രഭാതത്തിൽ ആ ആനന്ദത്താൽ നമ്മൾ നിറയുന്നതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറ. മറ്റെല്ലാം ഒരു പക്ഷേ അതിനേക്കാൾ താഴെയാണ് എന്നുള്ളൊരു ബോധ്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഈശോയ്ക്കൊരു സ്തുതി ചൊല്ലിയാലോ, നമുക്ക് കൂടെ ഉണർന്നു നിൽക്കുന്നവർക്കൊക്കെ ഒരു സ്തുതി ചൊല്ലിയാലോ. കാരണം സ്തുതി എന്ന് പറയുന്നത് ഒരു അത്ഭുതമാണ്. വെളുപ്പാങ്കാലത്ത് 3 മണിക്ക് എഴുന്നേൽക്കുക, കൈയിട്ട് ഈശോയുടെ സവിധത്തിൽ വരിക, ഈശോയ്ക്കൊരു സ്തുതി ചൊല്ലുക. ഒപ്പം ജീവിത പങ്കാളിക്ക്, മക്കൾക്ക്, മാതാപിതാക്കൾക്ക്, ബന്ധുജനങ്ങൾക്കൊക്കെ ഒരു സ്തുതി ചൊല്ലുക. അനേക മക്കൾ ഇവിടെ വ്യാഴാഴ്ചകൾ വന്ന് അവർ സാക്ഷ്യം പറയുമ്പോൾ അവർക്ക് കിട്ടിയ 1000 അനുഗ്രഹങ്ങളിൽ ഏറ്റവും ഉന്നതമായിട്ട് എനിക്ക് തോന്നിയ എന്താണെന്നറിയാമോ? അവർ പറയുന്നത്, ഇങ്ങനെ സ്തുതി ചൊല്ലിക്കഴിയുമ്പോൾ അവരുടെ കുടുംബത്തിൽ അദമ്യമായിട്ടുള്ള ഒരു ആനന്ദം അലയടിക്കുന്നു, പരസ്പരം മനസ്സിലാകുന്നു, സ്നേഹിക്കാൻ പറ്റുന്നു, അവർക്ക് ബഹുമാനിക്കാൻ പറ്റുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അത് വലിയ സാക്ഷ്യമല്ലേ? അതുകൊണ്ട് നമുക്ക് സ്തുതിയല്ല, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സന്തോഷത്തോടെ ഒപ്പം ഉണർന്നു നിൽക്കുന്നവരെ നോക്കിയെന്ന് പറഞ്ഞ്, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇതൊരു നല്ല പ്രഭാതമാണ്. മറ്റേത് ജോലിയിൽ വ്യാപൃതരാകുന്നതിന് മുമ്പ് ഉറക്കമുണർന്ന് നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുന്നു. സങ്കീർത്തനോട് ചേർന്ന് നമുക്ക് ഈ മഹാപുണ്യത്തെ ഓർത്ത് നന്ദി പറയാം. പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു, കർത്താവേ നിൻ കരുണയ്ക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു. കർത്താവേ, എല്ലാം നിൻ്റെ ദാനമാണ്. എൻ്റെ ഹൃദയത്തിൽ നീ നിക്ഷേപിച്ചിരിക്കുന്ന ആനന്ദം നിൻ്റെ ദാനമാണ്. ഒരുപക്ഷേ ധാന്യങ്ങളെക്കാൾ, വീഞ്ഞിനേക്കാൾ എനിക്ക് ലഹരിയാണ് എൻ്റെ ഹൃദയത്തിൽ നീ നിക്ഷേപിച്ചിരിക്കുന്ന ആനന്ദം അല്ലേ. നന്ദി പറയണം. നമുക്ക് നൊവേനയിലേക്ക് പ്രവേശിക്കാം. നൊവേനയിൽ നമ്മൾ ചെയ്യുന്നത് കൈയിട്ട് ഈശോയുടെ നൊവേന. അതിലെ 3 നിയോഗങ്ങളാണ് നമ്മൾ വയ്ക്കുന്നത്. ഓരോ കെട്ടും ഈശോ അഴിച്ചു തരുന്നുണ്ട്. ഇന്ന് നമുക്ക് 3 നിയോഗം വയ്ക്കണം. ഒന്നാമത്തേത്, എല്ലാ മനുഷ്യരെയും, ഏറെ പ്രത്യേകിച്ച് നമ്മളെക്കാൾ ബലഹീനരായവർ, നമുക്ക് അവരെയൊക്കെ ഒന്ന് ഓർക്കാം. യുദ്ധങ്ങളുടെ, ദാരിദ്ര്യത്തിൻ്റെ, പട്ടിണിയുടെ, അപകടങ്ങളുടെ, ആപത്തിൻ്റെ, പ്രകൃതി ദുരന്തങ്ങളുടെയൊക്കെ നടുവിൽപ്പെട്ട് കിടക്കുന്ന ധാരാളം മക്കൾ നമുക്ക് ചുറ്റുമുണ്ട്. നമുക്ക് അവരെയൊക്കെ എടുത്ത് ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്കൊന്ന് കൊടുക്കാം. കൈകളൊന്ന് വിരിച്ചു പിടിച്ച് ഏറ്റുചൊല്ല്: ലോകരക്ഷകനായ ഈശോയെ, അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല. നിർഭാഗ്യ പാപികൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ. ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ. സാധിച്ചു തരണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഈശോ നോക്ക്, നന്ദിയോടെ നോക്ക്, ആനന്ദത്തോടെ നോക്ക്.
രണ്ടാമത്തെ നിയോഗത്തിനായിട്ട് നമ്മൾ മുൾക്കിരീടം അണിയുന്നു. കല്ലും മണ്ണും ഉണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് മുട്ടുകുത്തുന്നു, കൈകൾ വിരിച്ചു പിടിക്കുന്നു. ആഗോള കത്തോലിക്ക സഭ നമുക്ക് നമ്മുടെ എല്ലാ തനയന്മാരെയും, കർദിനാളന്മാർ, മെത്രാന്മാർ, വൈദികർ, സന്യസ്തർ, ആത്മായ പ്രേക്ഷിതർ, കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യാശയോടെ മിഴികൾ തുറന്ന് ഇന്ന് ജീവിതത്തിലേക്ക് ജനിച്ചു വീണ ഓരോ പൈതങ്ങളെയും നമുക്ക് കർത്താവിൻ്റെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് കൊടുക്കാം. സഭ ഉത്തരോത്തരം വളരട്ടെ, വിശ്വാസത്തിൽ, സ്നേഹത്തിൽ, ഐക്യത്തിൽ. കൈകൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് ചൊല്ലുക: ലോകരക്ഷകനായ ഈശോയെ, അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല. നിർഭാഗ്യ പാപികൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ. ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ. ആമേൻ, ആമേൻ, ആമേൻ. കൈകൾ കുപ്പി ഒരിക്കൽ കൂടെ ഈശോയുടെ മുഖത്തേക്ക് നോക്കിക്കേ. നിൻ്റെ അമ്മയേക്കാൾ കരുണാർദ്രമായി നിന്നെ വീക്ഷിക്കുന്ന, നിന്നെ കടാക്ഷിക്കുന്നൊരു ദൈവം. ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഈ പ്രഭാതത്തിൽ നീ ഉണർന്നപ്പോൾ നിനക്കുള്ള തടസ്സങ്ങൾ, നിൻ്റെ ഭാരങ്ങൾ, നിൻ്റെ കെട്ടുകൾ, നിൻ്റെ പ്രതിബന്ധങ്ങൾ ഒന്നൊന്നായിട്ട് വെച്ചു കൊടുക്കാൻ പോവുകയാണ്. അത് ചിലർക്ക് മാരകമായ രോഗങ്ങളാകാം, മാനസിക സമ്മർദ്ദങ്ങളാകാം, ചിലർക്ക് സാമ്പത്തിക കടബാധ്യതയായിരിക്കാം, ജപ്തി ആയിരിക്കാം, ദാമ്പത്യ ജീവിതം, ഭാര്യാഭർത്തൃ ജീവിതത്തിൻ്റെ വിള്ളലുകളോ ആസ്വാരസ്യങ്ങളോ ആകാം, മക്കളെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ, അവിടെ പരീക്ഷ, ഇൻ്റർവ്യൂ, ഒരു വിസ, ജീവിത പങ്കാളി, ഒരു നല്ല ജോലി, ഒരു വേള ഒരു ഭവനം, ഒരു ഇഞ്ച് ഭൂമി, ഒരു വേള കർത്താവിനെ ശുശ്രൂഷിക്കണം, കർത്താവിൻ്റെ വേല ചെയ്യണം. എന്താണ് നിൻ്റെ തടസ്സം? എന്തുമാകട്ടെ, ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് അതൊന്ന് വെച്ചു കൊടുത്തുകൊണ്ട് കൈകൾ വിരിച്ച് ചൊല്ലുക: ലോകരക്ഷകനായ ഈശോയെ, അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല. നിർഭാഗ്യ പാപികൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ. ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ. സാധിച്ചു തരണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഈശോയെ നോക്കി ഹൃദയത്തിലൊന്ന് നന്ദി പറഞ്ഞ് ഒരു സൗഖ്യം സംഭവിക്കുന്നു, ഒരു വിടുതൽ സംഭവിക്കുന്നു, ധൈര്യം കിട്ടുന്നു, സന്തോഷം കിട്ടുന്നു, നിരാശ വിട്ടുപോകുന്നു. ഈശോയ്ക്ക് നന്ദി പറ. ഒപ്പം ഈശോയോട് പറയണം: കൽപ്പറ്റയിലെ പുത്തൂർവൽ PO ധ്യാന കേന്ദ്രത്തിൽ കുടികൊള്ളുന്ന കൈയ്യട്ടി ഈശോയുടെ സവിധത്തിലേക്ക് ഞാനും എൻ്റെ കുടുംബവും വ്യാഴാഴ്ച കടന്നു വരും. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ഒന്നൊന്നായി അനേകം മക്കളുടെ മുമ്പിൽ ഈശോയ്ക്ക് മഹത്വത്തിനായിട്ട് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തും. ഈശോയോട് പറ: നിൻ്റെ വഴികൾ കർത്താവ് തുറന്നിട്ടുണ്ട്, നിൻ്റെ പ്രതിബന്ധങ്ങളെല്ലാം വിട്ടുപോയിട്ടുണ്ട്. ഞങ്ങൾ ഈ പുലർകാലത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് അനുഗ്രഹിക്കും. കെട്ടപ്പെട്ട ഈശോ നിൻ്റെ കെട്ടുകളെ അഴിച്ചു തരും. പ്രാർത്ഥിക്കാം. എല്ലാ മക്കളും ചേർന്ന് നിൽക്കുക. പുലർകാലത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ, വ്യാഴാഴ്ച 9:30 ഒരുക്ക ശുശ്രൂഷയോടുകൂടെ നമ്മൾ ധ്യാനം ആരംഭിക്കും. തുടർന്ന് വചന ശുശ്രൂഷ, കൗൺസിലിംഗ്, കുമ്പസാരം, ഗാന ശുശ്രൂഷ, ദിവ്യബലി, സ്നേഹവിരുന്ന്, അപൂർവങ്ങളിൽ അപൂർവമായ കൈയ്യട്ടി ഈശോയോടുള്ള നൊവേന, നിയോഗം ചേർത്ത് വെച്ചുകൊണ്ട് ആരാധന, അഭിഷേകം. കെട്ടുകളുമായി വന്ന് കെട്ടുകൾ അഴിച്ച് സന്തോഷത്തോടെ നിനക്ക് വീട്ടിൽ പോകാൻ പറ്റും. എല്ലാ മക്കളെയും ഞാൻ സ്നേഹപൂർവ്വം PO ധ്യാന കേന്ദ്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കൾക്കും വരാൻ സാധിക്കും. ചേർന്ന് നിന്നേ. എനിക്ക് ലഭിച്ച പൗരോഹിത്യത്തിൻ്റെ ധന്യതയിൽ നിന്ന് ഞാൻ നിങ്ങളെ ഒന്ന് ആശീർവദിക്കാൻ പോവുകയാണ്. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിയേക ദൈവം
നിന്നെയും നിൻ്റെ കുടുംബത്തെയും മക്കളെയും തൊഴിൽ മേഖലകളെയും എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.